KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. മഞ്ചേശ്വരത്ത് വോട്ട് ചെയ്ത് മടങ്ങുകയായിരുന്ന സുന്നി നേതാവിന് നേരെ ലീഗ് അക്രമം. മികച്ച പോളിംഗോടെ കേരളം വിധിയെഴുതി. 74% പോളിംഗ്. കൂടുതൽ കോഴിക്കോട്ട്, കുറവ് പത്തനംതിട്ടയിൽ. UDF-നെതിരായ ജനവിധിയുണ്ടാകുമെന്ന് കൊടിയേരിയ ബാലകൃഷ്ണൻ. UDF മികച്ച വിജയം കാഴ്ചവെക്കും. തിരിച്ചടിയുണ്ടായാൽ ഉത്തരവാദിത്തം തനിക്കെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. കേരളത്തിൽ താമര വാടുമെന്ന് VS അച്യുതാനന്ദൻ. ഇന്ത്യ ഭീകരരെ സംരക്ഷിക്കുന്നതായി പാക് പ്രതിരോധ മന്ത്രി. കേരളത്തിൽ LDF-ന് നേട്ടമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ. ICF സംഘടനാ ശാക്തീകരണം ലക്ഷ്യമാക്കി നടത്തിവരുന്ന തഖ്വിയ പഠന പദ്ധതിക്ക് സമാപനമായി. സുന്നി ബാലസംഘം ജില്ലാതല മദ്രസ ക്യൂസ് മത്സരം മോങ്ങം റേഞ്ച് ജേതാക്കളായി. ആരോഗ്യ സംരക്ഷണത്തിന് പ്രവാസികൾ മുൻഗണന നൽകണമെന്ന് മുസ്ലിം ജമാഅത്ത് സെക്രട്ടറി പ്രൊഫസർ KMA റഹീം. വാർത്തകൾ വിശദമായി. മികച്ച പോളിംഗോടെ കേരളം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിധിയെഴുതി. 74% പോളിംഗ് രേഖപ്പെടുത്തി. കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് കോഴിക്കോട്ടാണ്, 73%. കുറവ് പത്തനംതിട്ടയിൽ 66%. പല പോളിംഗ് ബൂത്തുകളിലും വോട്ടെടുപ്പിന്റെ അവസാന നിമിഷങ്ങളിലും വോട്ടർമാരുടെ നിര കാണാനായി. ഇനി ഫലമറിയാൻ 48 മണിക്കൂറിന്റെ കാത്തിരിപ്പ്. രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്താൻ കാത്തുനിൽക്കുന്നവർ. കേരളത്തിലെ നഗരങ്ങൾ ഇന്ന് ഈ കാഴ്ച കണ്ടാണ് ഉണർന്നത്. ആദ്യ 15 മിനിറ്റിൽ തന്നെ 1% പേർ വോട്ട് ചെയ്തു. ആവേശകരമായ തുടക്കം. ഗ്രാമങ്ങളിലും മലയോര പ്രദേശങ്ങളിലും പൊതുവെ പോളിംഗ് മന്ദഗതിയിലായിരുന്നു. മഴയായിരുന്നു ഇതിന് കാരണം. ആദ്യത്തെ 1 മണിക്കൂറിനകം സംസ്ഥാനത്ത് 4% പേർ വോട്ട് ചെയ്തു. പിന്നീട് വലിയ ഏറ്റക്കുറച്ചിലുകളില്ലാതെ ക്രമമായി വോട്ടിംഗ് പുരോഗമിച്ചു. ഉച്ചയ്ക്ക് 12 മണിയോടെ 37%ത്തിലേക്ക് കണക്ക് ഉയർന്നു. പക്ഷേ പിന്നീട് 2 മണിക്കൂർ കൊണ്ട് 10% മാത്രമാണ് ഉയർന്നത്. വൈകിട്ട് 3 മണിക്ക് 58%, 4:30-ക്ക് 63% വോട്ടർമാർ സമ്മതിദാനം രേഖപ്പെടുത്തി. 5 മണിക്ക് ഇത് 65%. പൊതുവെ തെക്കൻ ജില്ലകളിൽ പോളിംഗ് കുറവായിരുന്നു. വടക്കൻ ജില്ലകളിൽ വോട്ടർമാർ കൂടുതൽ താൽപര്യം കാണിച്ചു. മധ്യ കേരളത്തിൽ ആവേശം കുറവായിരുന്നെങ്കിലും ഒരു ബൂത്തിലും ആളില്ലാത്ത സ്ഥിതി ഉണ്ടായില്ല. പതിവ് തെറ്റിക്കാതെ തിരുവനന്തപുരം ജില്ലയാണ് വോട്ട് കണക്കിൽ പിറകിൽ. കേരളത്തിൽ ഇടതിനു നേട്ടമെന്ന് എക്സിറ്റ് പോൾ ഫലം. LDF 88 മുതൽ 101 വരെ സീറ്റ് നേടുമെന്ന് ഇന്ത്യ ടുഡേ ആക്സിസ് ഫലം. UDF-ന് 38 മുതൽ 41 വരെ സീറ്റ് ലഭിക്കും. BJP-ക്ക് 3 സീറ്റ് വരെ ലഭിക്കാം. വോട്ട് വിഹിതം LDF-ന് 43%, UDF 35%, BJP 11%. സി വോട്ടർ സർവേയും LDF-ന് അനുകൂലമാണ്. 74 മുതൽ 82 വരെ സീറ്റുകൾ ലഭിക്കാം. UDF 54 മുതൽ 62 വരെ, NDA 4 സീറ്റ് വരെ നേടാം. തിരഞ്ഞെടുപ്പിൽ UDF-ന് വൻ വിജയം ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഇത്തവണയും BJP അക്കൌണ്ട് തുറക്കില്ലെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു. CPM-ന്റെയും BJP-യുടെയും നയങ്ങൾക്കെതിരായ വിധിയെഴുത്ത് കൂടിയായിരിക്കും തിരഞ്ഞെടുപ്പ് ഫലമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. UDF-ന്റെ ഐക്യമാണ് സർക്കാരിന്റെ നേട്ടങ്ങൾക്ക് കാരണം. പുതുപ്പള്ളിയിലെ ഭൂരിപക്ഷം എത്രയെന്ന് ജനങ്ങൾ തീരുമാനിക്കുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കോൺഗ്രസും UDF-ലെ ഘടക കക്ഷികളും തിരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. വോട്ട് ചെയ്ത ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശ്രീ ഇതിനു മുമ്പ് പലതും എന്നെക്കുറിച്ച് നല്ലത് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാസറ്റും കാര്യങ്ങളെല്ലാം പുസ്തകങ്ങളിലുണ്ട്. എന്നിട്ട് അങ്ങനെ പറഞ്ഞതാണ് എന്ന് പോലും പറയുന്നില്ല. ഈ പുതിയത് പറയുന്നത് കേൾക്കാനാ കാത്തിരിക്കുന്നത്. പിന്നെ അവരുടെ പത്രസമ്മേളനവും കാത്തിരിക്കുകയാണ് പല്ലും. പക്ഷെ ഞെട്ടിയത് അങ്ങനെ കാത്തിരുന്നവരാണ്. കാരണം ഒരു യാത്ര കോയമ്പത്തൂർക്കുണ്ടായിരുന്നു പണ്ട്. അവസാനം CD തപ്പി. അവസാനം ആ കവറിനകത്തൊന്നും ഇല്ലെന്ന് പറഞ്ഞപ്പോ ഞെട്ടിയ കുറെ പേരുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ പലരെയും ഞെട്ടിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ഒന്നും ഇല്ലാത്തത് കേട്ടപ്പോ ഞെട്ടിയവരാ. അല്ല UDF-ന്റെ ഐക്യമാണ് ഇതിന്റെ ഏറ്റവും. അല്ല അത് പിന്നെ അല്ലല്ല ക്രെഡിറ്റ് എന്ത് ക്രെഡിറ്റ് ഉണ്ടെങ്കിലും അത് UDF-ന്റെ യോജിപ്പിന് കിട്ടുന്ന അംഗീകാരമാണ്, ജനങ്ങൾ നൽകുന്ന അംഗീകാരമാണ്. വീഴ്ചകളുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം UDF-ന്റെ ചെയർമാൻ എന്ന നിലയിൽ ഞാൻ മറുപടി പറഞ്ഞേ പറ്റൂ.
Whose votes will it lead into, the UDF or the LDF? They will not perform that. കേരളത്തിൽ താമര വാടുകയേ ഉള്ളൂവെന്ന് പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദൻ പറഞ്ഞു. താമര വല്ല കുളത്തിലും വിരിയും, അല്ലെങ്കിൽ വാടും. മലമ്പുഴയിൽ തന്നെ തോൽപ്പിക്കാൻ ശത്രുക്കളായ പലരും ശ്രമിച്ചു. എന്നാൽ ശത്രുക്കൾ ആരെന്ന് വി.എസ്. വ്യക്തമാക്കിയില്ല. LDF നല്ല ഭൂരിപക്ഷം നേടുമെന്നും അദ്ദേഹം പറഞ്ഞു. പറവൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ ബൂത്തിൽ വോട്ട് ചെയ്യാനെത്തിയതായിരുന്നു വി.എസ്. അച്യുതാനന്ദൻ. ഇടതുമുന്നണി നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയം വരിക്കും. നല്ല ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കും. മോശമായിരിക്കില്ല. അതെ, എവിടെയും മോശമായിരിക്കില്ല. ഒരു പ്രശ്നവും വരിയില്ല. അവരുടെ താമര വല്ല കുളത്തിലും പിന്നെ വാടുകയേ ഉള്ളൂ. അതെ അതെ അതെ. നേരത്തെ തന്നെ വി.എസ്. പറഞ്ഞിരുന്നു 100 സീറ്റാണ് വി.എസിന്റെ ലക്ഷ്യം എന്ന് ആലപ്പുഴയിൽ തന്നെ പറഞ്ഞിരുന്നു. അതിലൊന്നും ഒരു കുറവ് വരികയില്ല. അപ്പൊ ശരി, ഏത് മേഖലയായിരിക്കും അങ്ങനെ വി.എസിന്? മേഖലയൊന്നും പറയണ്ട, കേരളം. അപ്പൊ നമുക്കെല്ലാം കൂടെ ഈ ഉഷ്ണത്തിൽ ഇങ്ങനെ നിന്നാ മതിയോ? പോട്ടെ. എല്ലാവരും മണിക്കൂറുകളായിട്ട് വി.എസിനെ കാത്തു നിൽക്കുകയാണ്. പറയാനുള്ളത് നിങ്ങൾ ചോദിച്ചതിന് എല്ലാം ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞു. മലമ്പുഴയിൽ നല്ല ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കും. മലമ്പുഴയിലെ ഭൂരിപക്ഷം കുറയും എന്ന് ഇന്ന് വീണ്ടും വെള്ളാപ്പള്ളി ആവർത്തിച്ചിട്ടുണ്ട്. ആകട്ടെ. അവരേതെങ്കിലും രീതിയിൽ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ വി.എസ്. അവരും അതുപോലുള്ള ശത്രുക്കളെല്ലാം ഒന്നിച്ച് ശ്രമിച്ചിരുന്നു. പക്ഷെ അവര് നിരാശപ്പെട്ടു. അതിനൊക്കെ അതിജീവിക്കാൻ കഴിഞ്ഞോ? പിന്നെ നല്ലപോലെ അതിജീവിക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്. ആരൊക്കെയാണ് വേറെ ശത്രുക്കള്? ഉള്ളവരെല്ലാം കൂട്ടിക്കോളൂ. ശരി. ഈ തിരഞ്ഞെടുപ്പിന്റെ ഫലം യുഡിഎഫിന്റെ അഴിമതി ഭരണം അവസാനിപ്പിക്കുമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. യുഡിഎഫിന് എതിരായ ജനവിധിയുണ്ടാകും. ഇടതുമുന്നണി വിജയം നേടുമെന്നും വോട്ട് ചെയ്ത ശേഷം അദ്ദേഹം പറഞ്ഞു. വർഗീയതയ്ക്കും അഴിമതിക്കുമെതിരായിട്ടുള്ള ശക്തമായ വിധിയെഴുത്തായിരിക്കും തിരഞ്ഞെടുപ്പ് ഫലം. സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്താൻ കഴിയാത്ത യുഡിഎഫ് ഗവൺമെന്റിന് എതിരായിട്ടുള്ള സ്ത്രീകളുടെ പ്രതിഷേധം ഈ തിരഞ്ഞെടുപ്പിൽ ശക്തമായി പ്രതിഫലിക്കും. കേന്ദ്രം ഭരിക്കുന്ന ബിജെപി സർക്കാരിനെതിരെയുള്ള പ്രതിഷേധവും തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് കോടിയേരി പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം കേരളത്തിൽ യുഡിഎഫിന്റെ അഴിമതി ഭരണം അവസാനിപ്പിക്കുന്ന ഒരു ജനവിധിയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. വർഗീയതക്കും അഴിമതിക്കുമെതിരായിട്ടുള്ള ഒരു ശക്തമായ വിധിയെടുത്തായിരിക്കും. സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്താൻ കഴിയാത്ത യുഡിഎഫ് ഗവൺമെന്റിനെതിരായിട്ടുള്ള സ്ത്രീകളുടെ പ്രതിഷേധം ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായി അലയടിച്ചുയരാൻ പോവുകയാണ്. ബിജെപിക്കും എതിരായിട്ടുള്ള ജനവിധിയായിരിക്കും ഇത്. കേന്ദ്രം ഭരിക്കുന്ന ബിജെപി സർക്കാരിന്റെ 2 വർഷക്കാലത്തെ ഭരണം രാജ്യത്തുണ്ടാക്കിയിട്ടുള്ള വർഗീയവൽക്കരണവും കോർപ്പറേറ്റ് വൽക്കരണവും വിലക്കയറ്റവും അത് സംബന്ധിച്ചുള്ള പ്രതികരണം കൂടി ഉണ്ടാകും. നരേന്ദ്രമോദി കേരളത്തിൽ വന്ന് നടത്തിയിട്ടുള്ള തെറ്റായ പരാമർശങ്ങൾക്കെതിരായിട്ടുള്ള ശക്തമായ തിരിച്ചടി ബിജെപിക്ക് ലഭിക്കും. അതിന്റെ ഫലമായി ബിജെപിക്ക് ഇത്തവണയും ഒരു മണ്ഡലത്തിൽ പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല. ബിജെപിക്ക് അക്കൌണ്ട് തുറക്കാൻ കഴിയില്ല. താമര കേരളത്തിൽ വിരിയാൻ പോകുന്നില്ല എന്ന് ഒരിക്കൽ കൂടി ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം തെളിയിക്കാൻ പോവുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചരിത്ര വിജയമായിരിക്കും ഇത്തവണ ഉണ്ടാകാൻ പോകുന്നത്. 2006 ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സീറ്റ് സമീപകാലത്ത് ലഭിച്ചത്. അന്ന് 98 സീറ്റായിരുന്നു. ഇത്തവണ 100-ലധികം സീറ്റ് ഇടതുപക്ഷ മുന്നണി നേടും എന്നുള്ള കാര്യം വ്യക്തമായിരിക്കുകയാണ്. എല്ലാ ബൂത്തിനകത്തു നിന്നും ഉള്ള ജനങ്ങളുടെ പ്രതികരണം ആശാവഹമാണ്. യുവാക്കൾ, യുവതികൾ, പുതിയ വോട്ടർമാർ ആവേശത്തോടുകൂടി പോളിംഗ് ബൂത്തിലേക്ക് വരുന്നുണ്ട്. സ്ത്രീകൾ വലിയ തോതിൽ ഈ ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ വേണ്ടി ആദ്യം തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. എല്ലാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലും നല്ല പോളിംഗ് നടക്കുന്ന പ്രദേശങ്ങളാണ് ഈ പ്രദേശങ്ങളൊക്കെ. അത് മുൻകാലത്തെല്ലാം ഉള്ളതുപോലെ തന്നെയുള്ള ശക്തമായ പോളിംഗ് തന്നെയാണ് ഇത്തവണ ഉണ്ടാകാൻ പോകുന്നത്. നാട്ടിലുള്ളവരെല്ലാം വോട്ട് ചെയ്യും എന്നുള്ളതാണ് ഇപ്പോഴുള്ള അവസ്ഥ. അതുകൊണ്ട് ഈ പോളിംഗ് ശതമാനം വർദ്ധിക്കുന്നതും ഇടതുപക്ഷ മുന്നണിക്ക് വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്.
കേരളത്തിൽ പൊൻതാമര വിരിയുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ. വിശദാംശങ്ങൾ കരീം ഏലംകുളം നൽകുന്നു. വോട്ടെണ്ണി കഴിയുമ്പോൾ പൊൻകുടത്തിനുള്ളിൽ പൊൻതാമര വിരിഞ്ഞു നിൽക്കുമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. VS-ന് മലമ്പുഴയിൽ ഭൂരിപക്ഷം കുറയുമെന്നും പോളിംഗ് ശതമാനം NDA-ക്കും BDJS-നും ഗുണം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇരുമുന്നണികളെയും സഹിച്ചുമടുത്ത കേരളത്തിൽ മാറ്റത്തിന്റെ കാറ്റ് വീശുകയാണ്. ഇത് ആരും കണ്ടില്ലെന്ന് നടിച്ചിട്ട് കാര്യമില്ല. താമര വിരിയില്ല, കുടം ഉടഞ്ഞു പോകുമെന്നൊക്കെ പലരും വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിലും 19-ന് വോട്ടെണ്ണി കഴിയുമ്പോൾ പൊൻകുടം ഉയർന്നു വന്ന് അതിനകത്ത് പൊൻതാമര വിരിഞ്ഞു നിൽക്കുമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF മികച്ച വിജയം നേടുമെന്നും BJP സംസ്ഥാനത്ത് അക്കൌണ്ട് തുറക്കില്ലെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. പുതുപ്പള്ളിയിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുടുംബത്തിനും പ്രവർത്തകർക്കും ഒപ്പമെത്തിയാണ് മുഖ്യമന്ത്രി വോട്ട് ചെയ്തത്. BJP ഒരു സീറ്റ് പോലും നേടില്ല, കേരളത്തിൽ ഭരണമാറ്റമുണ്ടാകില്ല, മുന്നണി ഇത്തവണ കഴിഞ്ഞ തവണത്തേതിനേക്കാൾ കൂടുതൽ സീറ്റ് നേടുമെന്നും ഐക്യമാണ് തന്റെ ആത്മവിശ്വാസത്തിന് കാരണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്നാൽ കേരളത്തിൽ LDF വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുമെന്നും താമര കുളത്തിൽ തന്നെ വാടുമെന്നും VS അച്യുതാനന്ദൻ പറഞ്ഞു. പുന്നപ്ര പറവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബൂത്തിൽ വോട്ട് ചെയ്തതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. സ്വന്തം മണ്ഡലമായ മലമ്പുഴയിൽ നല്ല വിജയമുണ്ടാകുമെന്നും VS പറഞ്ഞു. KMIC ന്യൂസിനു വേണ്ടി കരീമേലംകുളം. പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ഭീകരവാദികളെയും വിഘടനവാദി ഗ്രൂപ്പുകളെയും സംരക്ഷിക്കുന്ന നിലപാടാണ് ഇന്ത്യ കൈക്കൊള്ളുന്നതെന്ന് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പറഞ്ഞു. മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം സൂചിപ്പിച്ചത്. F-16 യുദ്ധവിമാനം US-ൽ നിന്ന് വാങ്ങാനുള്ള പാകിസ്ഥാന്റെ നീക്കം തടയാൻ ഇന്ത്യൻ ലോബിയും US-ലെ മുൻ പാക് അംബാസഡർ ഹുസൈൻ ഹക്കാനിയും ശ്രമിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. ആയുധ വ്യാപാരത്തിന് ഏതുവിധേനയും തടയിടാൻ US സെനറ്റർ റാൻഡ് പോൾ മുഖേന ഇന്ത്യ ശ്രമിക്കുകയാണെന്ന് പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന്റെ ഉപദേഷ്ടാവ് സർദാജ് അസീസും വ്യാഴാഴ്ച പറഞ്ഞിരുന്നു. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. നിശതൂട്ടിടും ദീപവുമായി നിലക്കാത്ത പ്രവാഹവുമായി പതികാന്തപുരം വരവായി പദമിൽ തിരിനാളവുമായി നിശതൂട്ടിടും ദീപവുമായി നിലക്കാത്ത പ്രവാഹവുമായി പതികാന്തപുരം വരവായി പദമിൽ തിരിനാളവുമായി മനഃശാന്തി ഉണർത്തിടുവാൻ പരസ്നേഹമതേറ്റിടുവാൻ മനഃശാന്തി ഉണർത്തിടുവാൻ പരസ്നേഹമതേറ്റിടുവാൻ ഹിതപാത തുറന്നിടുവാൻ ശുഭലക്ഷ്യമിൽ ചെന്നിടുവാൻ ഹിതപാത തുറന്നിടുവാൻ ശുഭലക്ഷ്യമിൽ ചെന്നിടുവാൻ നിശതൂട്ടിടും ദീപവുമായി നിലക്കാത്ത പ്രവാഹവുമായി പതികാന്തപുരം വരവായി പദമിൽ തിരിനാളവുമായി മാമലകൾ മിഴിയൂറും കൈരളി മാനസരാജ്യം തേങ്ങലുകൾ ഉയരുന്നിടമുൾവിളി കേട്ടൊരു വ്യൂഹം മാമലകൾ മിഴിയൂറും കൈരളി മാനസരാജ്യം തേങ്ങലുകൾ ഉയരുന്നിടമുൾവിളി കേട്ടൊരു വ്യൂഹം കമറുല്ലുലമ കാന്തപുരത്തിൻ സ്നേഹവിഹാസം കമറുല്ലുലമ കാന്തപുരത്തിൻ സ്നേഹവിഹാസം മാനവികം മനസ്സുള്ളിലുറപ്പിക്കാൻ മൃദുഹാസം നിശതൂട്ടിടും ദീപവുമാ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. മഞ്ചേശ്വരം കൊടലമുഗറു വാണി വിജയ സ്കൂളിൽ വോട്ട് ചെയ്ത് മടങ്ങുകയായിരുന്ന സുന്നി നേതാവിന് നേരെ അക്രമം. കല്ലുകൊണ്ട് തലയ്ക്ക് കുത്തേറ്റ SOS മഞ്ചേശ്വരം സോൺ വൈസ് പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് സഴദിയെ മാംഗ്ലൂരു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് വൈകിട്ടോടെയായിരുന്നു അക്രമം. മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് അക്രമത്തിന് പിന്നിൽ. വിവരമറിഞ്ഞ് പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ഇസ്ലാമിക് കൾച്ചറൽ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ICF സംഘടനാ ശാക്തീകരണം ലക്ഷ്യമാക്കി കഴിഞ്ഞ 6 മാസമായി നടത്തിവരുന്ന തഖ്വിയ പഠന പദ്ധതിക്ക് ഫൈനൽ പരീക്ഷയോടെ സമാപനമായി. ആദർശം, സംസ്കരണം, സംഘടന എന്നീ 3 വിഷയങ്ങളിൽ സിലബസ് അടിസ്ഥാനത്തിലായിരുന്നു തഖ്വിയ സ്കൂൾ. ജിദ്ദയിൽ തിരഞ്ഞെടുക്കപ്പെട്ട 40 കേന്ദ്രങ്ങളിലായി നേരത്തെ രജിസ്റ്റർ ചെയ്ത് കോഴ്സ് പൂർത്തിയാക്കിയ 1000-ഓളം പേർ ഒരേ സമയം പരീക്ഷ എഴുതി.
സെൻട്രൽ ഡിവിഷനിൽ നിന്നും ചോദ്യപേപ്പറുകൾ സ്വീകരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട സൂപ്പർവൈസർമാർ പരീക്ഷയ്ക്ക് നേതൃത്വം വഹിച്ചു. സെന്റർ തല പരീക്ഷാ സമിതി ചീഫ് ഷാഫി മുസ്ലിയാർ, അബ്ദുൽ ഖാദർ മാസ്റ്റർ എന്നിവർ നേതൃത്വം നൽകി. ഉത്തരപേപ്പറുകൾ കേന്ദ്രീകൃത വാലുവേഷൻ സെന്ററിലേക്ക് അയച്ചു. മെയ് 25-നകം ഫലം പ്രസിദ്ധീകരിക്കുന്നതാണെന്ന് സംഘാടകർ അറിയിച്ചു. സുന്നി ബാലസംഘം ജില്ലാതലത്തിൽ നടത്തിയ മദ്രസ ക്വിസ് മത്സരത്തിൽ മോങ്ങം റേഞ്ച് 1ാം സ്ഥാനം കരസ്ഥമാക്കി. മലപ്പുറം ജില്ലാ സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ, SSF മലപ്പുറം ഈസ്റ്റ് വെസ്റ്റ് ജില്ലകൾ സംയുക്തമായിട്ടാണ് ക്വിസ് മത്സരം നടത്തിയത്. സുന്നി ബാലസംഘം വിദ്യാർത്ഥികൾക്ക് ഏപ്രിൽ മാസത്തിൽ മദ്രസാ തലത്തിൽ മത്സരം നടന്നിരുന്നു. മെയ് ആദ്യവാരങ്ങളിൽ ജില്ലയിലെ 67 റേഞ്ച് തലത്തിൽ മദ്രസകളിലെ 1ാം സ്ഥാനം നേടിയവരുടെ മത്സരം നടന്നിരുന്നു. റേഞ്ച് തലത്തിൽ 1ാം സ്ഥാനം നേടിയ പ്രതിഭകളാണ് ജില്ലാതലത്തിൽ പങ്കെടുത്തത്. ജില്ലയിൽ കൊണ്ടോട്ടി ഡിവിഷനിലെ മോങ്ങം റേഞ്ചിലെ മുഹമ്മദ് അദീബ് എന്ന വിദ്യാർത്ഥിക്ക് 1ാം സ്ഥാനവും തിരൂർ ഡിവിഷനിലെ വൈലത്തൂർ റേഞ്ചിലെ മുഹമ്മദ് സ്വാലിഹ് 2ാം സ്ഥാനവും നേടി. അരീക്കോട് ഡിവിഷനിലെ കാവനൂർ റേഞ്ചിലെ മുഹമ്മദ് മിദ്ലാജിനാണ് 3ാം സ്ഥാനം. കൊണ്ടോട്ടി ബുഹാരി ക്യാമ്പസിൽ നടന്ന മത്സരം സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അബു ഹനീഫ് അൽ ഫൈസി തന്നല ഉദ്ഘാടനം ചെയ്തു. സുന്നി ജമിയത്തുൽ ഉലമ ജില്ലാ മിഷണറി സെക്രട്ടറി മുഹമ്മദ് മുസ്ലിയാർ പൂക്കോട്ടൂർ അധ്യക്ഷത വഹിച്ചു. സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ ജില്ലാ ജനറൽ സെക്രട്ടറി കുഞ്ഞീദ് മുസ്ലിയാർ കൊണ്ടോട്ടി അനുമോദന പ്രഭാഷണം നിർവഹിച്ചു. SYS സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് യോഗം നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് കാരന്തൂർ മർക്കസ് കുത്തുബ് ഖാനയിൽ നടക്കും. എല്ലാ അംഗങ്ങളും പങ്കെടുക്കണമെന്ന് ജനറൽ സെക്രട്ടറി മജീദ് കക്കാട് അറിയിച്ചു. സുന്നി സംഘടനാ ഭാരവാഹികളുടെ സംയുക്ത യോഗം നാളെ 11 മണിക്ക് കാരന്തൂർ മർക്കസിൽ നടക്കും. കേരള മുസ്ലിം ജമാഅത്ത്, SYS, SSF, സുന്നി വിദ്യാഭ്യാസ ബോർഡ്, SJM, SMA സംഘടനകളുടെ സംസ്ഥാന ഭാരവാഹികൾ പങ്കെടുക്കണമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അറിയിച്ചു. ഏറ്റവും വലിയ സമ്പത്ത് ആരോഗ്യമാണെന്നും അമൂല്യമായ ആരോഗ്യത്തിന്റെ സംരക്ഷണം പ്രവാസികൾ ഗൌരവമായി കാണണമെന്നും കേരള മുസ്ലിം ജമാഅത്ത് സെക്രട്ടറിയും ചിന്തകനുമായ പ്രൊഫസർ KM റഹീം പ്രസ്താവിച്ചു. ICF മിഡിൽ ഈസ്റ്റ് തലത്തിൽ നടത്തുന്ന ആരോഗ്യ ക്യാമ്പയിനിന്റെ ജിദ്ദ സെൻട്രൽ തല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജീവിതം കരുപിടിപ്പിക്കാനെത്തി ആരോഗ്യവും ജീവിതം തന്നെയും നഷ്ടമാവുന്നതിനെ നാം മുൻകൂട്ടി കാണണം. ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഫാസ്റ്റ് ഫുഡ് സംസ്കാരം ഒഴിവാക്കുകയും ഭക്ഷണരീതികളിൽ ശരിയായ ക്രമീകരണം വരുത്തുകയും ശരീരത്തിന് ആവശ്യമായ വ്യായാമം നൽകിയും ആരോഗ്യ പരിപാലനത്തിന് നാം മുൻഗണന നൽകണമെന്നും അദ്ദേഹം ഉത്ബോധിപ്പിച്ചു. രോഗാതുരമായ മനസ്സും ആരോഗ്യവും നമുക്കും കുടുംബത്തിനും നഷ്ടങ്ങൾ വരുത്തും. അത് സമ്പത്തും മനുഷ്യശേഷിയും ഹനിക്കും. ആരോഗ്യ സംരക്ഷണത്തെ അവഗണിച്ച് കൈമൈ മറന്നുള്ള അധ്വാനത്തിന് ശേഷം ക്ഷയിച്ച മെയ്യും മനസ്സും കുന്നുകൂടിയ രോഗങ്ങളുമായി മടങ്ങുന്ന സാഹചര്യമാണ് ഇന്നുള്ളത്. ഈ രംഗത്ത് പ്രവാസികളിൽ ബോധവൽക്കരണം അനിവാര്യമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ആരോഗ്യത്തോടെ ജീവിക്കാം എന്ന പ്രമേയത്തിൽ നടക്കുന്ന ക്യാമ്പയിനിന്റെ ഭാഗമായി ആരോഗ്യ ബോധവൽക്കരണ സെമിനാർ, ഫാമിലി ചർച്ചാ സംഗമങ്ങൾ, ടേബിൾ ടോക്ക്, യൂണിറ്റ് ആരോഗ്യ സംഗമങ്ങൾ, ഹെൽത്ത് ടിപ്സ്, മെഡിക്കൽ ചെക്കപ്പ്, ബ്ലഡ് ഡൊണേഷൻ, ഡോക്യുമെന്ററി പ്രദർശനം എന്നീ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. ചടങ്ങിൽ ഷാഫി മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. അബു ഹനീഫ് അൽ ഫൈസി തന്നല, വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി, ബഷീർ എറണാകുളം, മുജീബ് AR നഗർ, സൈനുൽ ആബിദീൻ തങ്ങൾ എന്നിവർ സംബന്ധിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മഞ്ചേശ്വരത്ത് വോട്ട് ചെയ്ത് മടങ്ങുകയായിരുന്ന സുന്നി നേതാവിന് നേരെ ലീഗ് അക്രമം. മികച്ച പോളിംഗോടെ കേരളം വിധിയെഴുതി. 74% പോളിംഗ്. കൂടുതൽ കോഴിക്കോട്ട്, കുറവ് പത്തനംതിട്ടയിൽ. UDF-നെതിരായ ജനവിധിയുണ്ടാകുമെന്ന് കൊടിയേരിയ ബാലകൃഷ്ണൻ. കേരളത്തിൽ LDF-ന് നേട്ടമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ. UDF മികച്ച വിജയം കാഴ്ചവെക്കും. തിരിച്ചടിയുണ്ടായാൽ ഉത്തരവാദിത്തം തനിക്കെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. കേരളത്തിൽ താമര വാടുമെന്ന് VS അച്യുതാനന്ദൻ. ഇന്ത്യ ഭീകരരെ സംരക്ഷിക്കുന്നതായി പാക് പ്രതിരോധ മന്ത്രി. ICF സംഘടനാ ശാക്തീകരണം ലക്ഷ്യമാക്കി നടത്തിവരുന്ന തഖ്വിയ പഠന പദ്ധതിക്ക് സമാപനമായി. സുന്നി ബാലസംഘം ജില്ലാതല മദ്രസ ക്വിസ് മത്സരം. മോങ്ങം റേഞ്ച് ജേതാക്കളായി. ആരോഗ്യ സംരക്ഷണത്തിന് പ്രവാസികൾ മുൻഗണന നൽകണമെന്ന് മുസ്ലിം ജമാഅത്ത് സെക്രട്ടറി പ്രൊഫസർ KM റഹീം. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time @gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.